തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സർവേക്കായി കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണമെന്ന നിർദ്ദേശവുമായി സുപ്രീം കോടതി. SIR നടപ്പാക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് നിർദ്ദേശം. ജീവനക്കാരെ വിട്ടു നൽകാൻ സർക്കാരുകൾ ബാധ്യസ്ഥരെന്ന് സുപ്രീം കോടതി. വ്യക്തിപരമായ കാരണങ്ങളാൽ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇളവ് തേടുകയാണെങ്കിൽ പരിശോധിക്കണമെന്നും സുപ്രീം കോടതി. ആവശ്യമെങ്കിൽ പകരം മറ്റൊരാളെ നിയമിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഈ അമിത ജോലിഭാരം എന്നൊക്കെ പറഞ്ഞ് ഈ BLOമാരുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ SIRനെതിരെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്ന ഒരു നിലപാട് ചില സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് പോലും അത്തരത്തിൽ ചില ശ്രമങ്ങൾ ഉണ്ടായി. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ SIR നടപടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന BLOമാർക്ക് ജോലിഭാരം കൂടുതലാണെന്നും അത് പലരുടെയും ആത്മഹത്യയിലേക്ക് കലാശിച്ചുവെന്നും തുടങ്ങിയ വാദമുകൾ ഉയർത്തി പശ്ചിമബംഗാൾ സർക്കാർ അടക്കം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം. അതായത് SIR നടപടികൾക്കെതിരെ ഉദ്യോഗസ്ഥരെ തിരിച്ചുവിടുവാൻ വേണ്ടി ചില സംസ്ഥാനങ്ങൾ നീക്കങ്ങൾ നടത്തുന്നു. SIR നടപടികൾ ചില ഉദ്യോഗസ്ഥർക്ക് ഭാരമാകുന്നു തുടങ്ങിയ ഹർജികളിലാണ് ഇപ്പോൾ സുപ്രീം കോടതി പ്രധാനമായും സംസ്ഥാനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. SIR നടപടികൾ ആരംഭിച്ചിരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SIR ജോലി സമയം കുറയ്ക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണമെന്നുള്ളതാണ്. അതായത് BLOമാർക്ക് അധിക ജോലി ഭാരമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ട് ജോലി ഭാരം കുറയ്ക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാ സഹകരണങ്ങളും ഉണ്ടാകണമെന്നുള്ളതും സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജീവനക്കാരെ വിട്ടു നൽകുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ചില സംസ്ഥാനങ്ങൾ അത്തരത്തിൽ ഈ SIR നടപടികൾക്ക് ജീവനക്കാരെ വിട്ടു നൽകുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിനാണ് സുപ്രീം കോടതി വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SIR നടപടികൾക്ക് കൂടുതൽ ജീവനക്കാരെ സംസ്ഥാന സർക്കാർ വിട്ടു നൽകണമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ജീവനക്കാരനും ഈ നടപടിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് സുപ്രീം കോടതി വ്യക്തമാക്കി. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ ഈ നടപടികളിൽ ഭാഗമാകാൻ കഴിയില്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി പകരം മറ്റു ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നീലിമ.